morning all. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യം അതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള ഇൻവേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും അത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് u of a u a t is equal to 0 for t less than 0 equal to 1 t less than a, 1 for t greater than or equal to a, where a is positive, any positive real number. So u of a t നമുക്ക് ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. u of a t is equal to ഒരു a വരെയുള്ള പോയിന്റ്, this is 0, this is y axis, this is x axis. ഇതാണ് 1 എങ്കിൽ a വരെയുള്ള പോയിന്റിൽ 0 ഫ്രം a വരെയുള്ള പോയിന്റിൽ 0 up to a the value is 0 and from അടുത്തത് u0t ആയിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അറ്റ് x equal to 0, t equal to 0. No, this is t, not x. അപ്പോൾ ഇത് 0, 0യിൽ at 0 the value is, for less than 0 the value is 0, at 0 value will be 1. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ ബൈ ഡെഫിനേഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു എ ടി ഇസ് ഈക്വൽ ടു, നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt. So integral 0 to infinity, here f of t is equal to e raised to minus st u a t dt. u a t is from 0 to a the value is 0. നമുക്ക് a to infinity മാത്രമാണ് ഇൻ്റഗ്രൽ ഉണ്ടാവുള്ളൂ, ബാക്കി ലിമിറ്റ് e raised to minus st dt, which is equal to e raised to minus st by minus s from a to infinity. So the value when we substitute infinity, the value is 0, e raised to minus infinity 0 minus e raised to minus as by minus s, which is equal to e raised to minus as by s. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u a t. അടുത്തത്, for any function f of t we can define a relative function g of t such that f of t g of t is equal to 0 for t less than a, equal to f of t minus a for t greater than or equal to a. That is, g of t can be written as u a t into f of t minus a. ഇനി അടുത്തത് പറയുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു എ ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ്. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇനി അതിൻ്റെ ഇൻവേഴ്സ് വരുമ്പോൾ L inverse of e raised to minus as f of s equal to f of t minus a u of a t. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. മറ്റേ ഡയറക്റ്റ് പ്രോബ്ലംസ് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ വെച്ച് തന്നെ പീസ് വൈസ് കണ്ടിന്യൂസ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സോ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ u a t is equal to, നമുക്ക് ഡെഫിനേഷൻ യൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to infinity
എഫ് ഓഫ് ടി മൈനസ് എ യു എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. which is equal to integral 0 to u of a t യുടെ വാല്യൂ 0 to a f of t minus a into up to a the value is 0 e raised to minus s t dt plus integral a to infinity f of t minus a e raised to minus s t dt. ഇനി നമുക്ക് അപ്പോൾ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ വാല്യൂ ഈസ് 0 ഉള്ളി ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ ഡി ടി. ഇത്രയാണ് നമുക്കുള്ളൂ. ഇനി ഈ ഒരു ഫംഗ്ഷനിൽ വി ക്യാൻ പുട്ട് സം എക്സ് ഈക്വൽ ടു ടി മൈനസ് എ. സോ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. So t is equal to a plus x. നമ്മൾ ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. which is equal to, so when ഒരു ലിമിറ്റും കൂടെ ചേഞ്ച് ചെയ്യണം. when t equal to a x equal to 0 t minus a x equal to t minus a, so a minus a equal to 0, and when t equal to infinity x equal to infinity. Therefore the above integral changes to integral 0 to infinity e raised to minus s into, instead of t we can write a plus x, f of t minus a is f of x dx, dt is dx. So which is equal to integral e raised to minus as 0 to infinity e raised to minus as into e raised to minus sx f of x dx. ഇതിൽ e raised to minus as നമുക്ക് it's a constant, we can take outside. So ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus x f of x dx. ഇതിലിപ്പോൾ dx, ഇതിപ്പോൾ ഒരു വേരിയബിളാണ് x. നമുക്ക് we can change the variable to t also. So this is same as integral e raised to minus as into integral 0 to infinity e raised to minus st f of t dt. So this is e raised to minus as into e raised to minus st. This is L of f of t. L of f of t, or e raised to minus as L of f of t is f of s. e raised to minus as f of s. ഇനി പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനുള്ള പ്രോബ്ലം വരുന്നതെങ്കിൽ നമുക്ക് പീസ് വൈസ് കണ്ടിന്യൂസ് ചെയ്തതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ 0 to infinity സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം. 0 to a വരെ ഒരു ഇൻ്റഗ്രലും അത് ചെയ്യാം. ഇൻവേഴ്സ് വരുവാണെങ്കിൽ അതിൽ ഇൻവേഴ്സ് തിരിച്ചറിയാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ e raised to minus as എന്നുള്ള ഒരു ഫാക്ടർ എക്സ്ട്രാ അതിലുണ്ടാവും. അത് നമുക്ക് മറ്റേ രീതിയിൽ ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ e raised to minus 3s by s minus 1 all raised to 4. നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം വരുമ്പോൾ ഏറ്റവും ആദ്യം ആ e raised to minus as എന്നുള്ള ഫാക്ടർ ഹിയർ a is equal to 3. അപ്പോൾ നമ്മൾ ആ ഫാക്ടർ മാറ്റിയതിൻ്റെ ഇൻവേഴ്സ് ആദ്യം കാണുക, എന്നിട്ട് അതിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ആ L ഇൻവേഴ്സ് ഓഫ് e raised to minus as f of s is equal to f of t minus a u a t. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് e raised to as ഇത് കിട്ടി. ഇവിടുത്തെ f of s equal to 1 by s minus 1 all raised to 4. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 1 by s minus 1 all raised to 4 ആദ്യം ഇൻവേഴ്സ് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ L ഇൻവേഴ്സ് ഓഫ് 1 by s raised to 4 കാണുക. 1 by s L inverse of 1 by s raised to n the formula is t raised to n minus 1 by n minus 1 factorial. So which is equal to t raised to 4. Here n is equal to 4. So 4 minus 1 is 3. 3 by 3 factorial, which is equal to t raised to 3 by 6. Therefore L inverse of 1 by s minus 1 all raised to 4 is equal to, ഇതിൽ റീപ്ലേസ് എസ് ബൈ എസ് മൈനസ് എ, അതേത് തിയറാണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് അല്ല ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സോ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇ റേസ് ടു എ ടി ടൈം വരും. ആ എ ഇസ് ഈക്വൽ ടു ഹിയർ ഇറ്റ് ഈസ് 1. സോ ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂബ് ബൈ 6 യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. Therefore, L inverse of 1 by s minus 1 all raised to 4 e raised to minus 3s is equal to, ഇനി നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യുക. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ദിസ് ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എഫ് ഓഫ് ടി ആണ്. ഇ റേസ് ടു ടി ഇൻറ്റു, അപ്പോൾ ആ എ ഇസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം വേണേ തിയറം ഒന്ന് എഫ് ഓഫ് ടി മൈനസ് എ u a t. അപ്പോൾ ഈ a is equal to this a is equal to 3. So f of t minus 3 is equal to 3. e raised to t minus 3, t minus 3, t ക്ക് പകരം t minus 3 വെച്ച് റീപ്ലേസ് ചെയ്യുക. by 6 u a t u 3t which is equal to u3t എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണ്? ഇവിടം വരെ എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് which is equal to 0 for t less than 3 equal to e raised to t minus 3 all cube by 6 for t greater than or equal to 3. ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus pi s by s square plus 2s plus 2. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ L ഇൻവേഴ്സ് നമുക്ക് ആദ്യം e raised to minus as f of s, ഈ ഫോർമുല ആദ്യം നമുക്ക് എപ്പോഴും എഴുതാം. കാരണം e raised to minus as വരുമ്പോൾ u a t f of t minus a, where here a is equal to pi. അപ്പോൾ നമ്മളിനി f of s equal to s square plus 2s 1 by s square plus 2s plus 2. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് കാണേണ്ടത്. സോ L ഇൻവേഴ്സ് f of s is equal to 1 by L inverse of 1 by s square plus 2s plus 2 f of t നമ്മൾ വേണമെങ്കിൽ എഴുതാം equal to, which is equal to, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് L inverse of 1 by s plus 1 all square plus 1 s square plus 2s plus 1 minus 1 plus 2 which is equal to plus 1, which is equal to 1 by s square plus 1 ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് sin t. അപ്പോൾ അതിന് റീപ്ലേസ് എസ് ബൈ എസ് പ്ലസ് 1 ആണ്. സോ ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സോ therefore L inverse of e raised to minus pi s by
s square plus 2s plus 2 is equal to f of t minus a e raised to minus t minus of t ക്ക് പകരം t minus pi വെച്ച് റീപ്ലേസ് ചെയ്യുക. sin t minus pi uat u by t which is equal to, we can write e raised to, when t less than pi this value is 0, t greater than or equal to pi, e raised to minus of t minus pi sin t minus pi sin t minus. അടുത്ത ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, ബാക്കി ടൈമിലൊക്കെ അത് 0 ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹാമർ വെച്ചടിക്കണം, അല്ലെങ്കിൽ ഒരു ഷോക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്ന എയറോപ്ലെയിൻ പെട്ടെന്ന് ലാൻഡ് ചെയ്യണു, ഹാർഡ് ലാൻഡിങ് നടത്തുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈമിൽ മാത്രം ഫോഴ്സ്, അത് മെക്കാനിക്സിലാണ് മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെയുള്ള ടൈമിലുള്ള ഇതാണ് ഫംഗ്ഷനാണ് ഡിനോട്ട് ചെയ്യേണ്ടതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇമ്പൾസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് കെ ഓഫ് ടി മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 1/k വെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ ഈക്വൽ ടു 0 അതർവൈസ്. ഇതാണ് എഫ് കെ ഓഫ് ടി മൈനസ് എ, 1/k ഫ്രം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ ഈക്വൽ ടു 0 അതർവൈസ്. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ യു ക്യാൻ ടേക്ക് ഫ്രം 0 to infinity എഫ് കെ ഓഫ് ടി മൈനസ് എ ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ 1/k dt which is equal to 1/k is a constant, integral a to a plus k 1 dt, integral of 1 is t from a to a plus k which is equal to 1/k into a plus k minus a minus a പോകും, ബാക്കിയുള്ളത് k/k which is equal to 1. ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ട് നമുക്കൊരു a തൊട്ടിട്ട് a plus k വരെ 1/k a plus k ആ വാല്യൂവിൽ മാത്രം വാല്യൂ. അപ്പോൾ this will be some, this is 1/k. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. സോ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഇൻ്റഗ്രൽ 0 to infinity ik എഫ് കെ ഓഫ് ടി മൈനസ് എ is the area of the rectangle. അപ്പോൾ that area is equal to 1. ഇനി നമുക്ക് ഈ ഇമ്പൾസ് ഫംഗ്ഷനെ എഫ് കെ ഓഫ് ടി മൈനസ് എ യൂണിറ്റ് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതാം, which is equal to 1/k into u a t minus u a plus k of t. ഇമ്പൾസ് ഫംഗ്ഷനെ 1/k into u of a t into u of a plus k t എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇനി ഇതിനകത്ത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 1/k into ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u a t മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u a plus k of t which is equal to 1/k into Laplace transform of u a t is u of t f of t is e raised to minus as into f of s. ഇവിടെ f of t ആയിട്ട് വരുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് 1/s മൈനസ് ഇവിടെ e raised to minus of a plus k into s, അതുപോലെ 1/s. ഇതിൽ
1/kയും 1/sഉം വെളിയിലേക്ക് എടുക്കാം. 1/s ഇതിന് e⁻⁻as നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ബാക്കിയുള്ള ടൈം 1 - e⁻⁻ks. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻as/ks into 1 - e⁻⁻ks. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. The limit of fk of t minus a when k tends to 0. നമുക്ക് k greater than 0 എന്നറിയാലോ. k tends to 0 is denoted by delta of t minus a and is known as Dirac delta function or unit impulse function or unit impulse function. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. ഇത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ when k tends to 0. ഇമ്പൾസ് എന്ന് പറയണമെന്നില്ല, വെറും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മതി. ഈസ് കോൾഡ്, സോ ഡെൽറ്റ ഓഫ് t minus a is equal to limit k tends to 0 fk of t minus a. അപ്പോൾ നമ്മുടെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഈസ് ലിമിറ്റ് k tends to 0 fk of t minus a. So Laplace transform of delta of t minus a is equal to limit k tends to 0 Laplace transform of fk of t minus a. നമുക്ക് fk of t minus a യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടിയത് e⁻⁻as/s into ks 1 - e⁻⁻ks. e⁻⁻as in 1 - e⁻⁻ks. അപ്പോൾ ഇതിൽ k ഡിനോമിനേറ്ററിലുള്ളതുകൊണ്ട് 0, e⁻⁻∞ എന്നപ്പോൾ 0 ആയി. when k tends to 0 this value will be limit. ഇതിൽ e⁻⁻as is a constant we can take outside. ബാക്കിയുള്ളത് limit k tends to 0 1 - e⁻⁻ks/ks. അപ്പോൾ നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ന്യൂമറേറ്ററിൽ 1 - 1 വരും, 0. ഡിനോമിനേറ്ററിലും 0 വരും. സോ 0/0 ഫോം യൂസ് L'Hopital's rule. So e⁻⁻as into limit k tends to 0 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 e⁻⁻ ks ഡെറിവേറ്റീവ് മൈനസ് ഇൻറ്റു e⁻⁻ks ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു എടുക്കണില്ല, മൈനസ് എസ് ഇൻറ്റു e⁻⁻ks ഡിനോമിനേറ്റർ വരിക എസ്. സോ എസ് ക്യാൻസലാവും, എസ് ഗെറ്റ്സ് മൈനസോടെ പ്ലസ് ആവും, എസും ക്യാൻസലാവും. പിന്നെ 0 കൊടുത്തു കഴിയുമ്പോൾ e⁻⁻as ഇൻറ്റു when k equal to 0 the value is 1. So e⁻⁻as is the Laplace transform. So Laplace transform of delta of t minus a is equal to e⁻⁻as.